ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ നന്നായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ റെഡി ആയിട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണൂറുകാർക്ക് കേട്ടിട്ടുണ്ടാവും, പറശ്ശിനി പോലെ തന്നെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രം തന്നെയാണ് പുരളിമല മുത്തപ്പൻ ക്ഷേത്രം. അത് വന്നിട്ടുള്ളത് ഞങ്ങളുടെ വീടിനടുത്താണ്, പേരാവൂർ ഭാഗത്താണ്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങൾക്ക്. അപ്പോൾ ആ കാഴ്ചകൾ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ നമുക്ക് പോയാലോ? കണ്ണൂർ ടൗണിൽ നിന്ന് ഏകദേശം 45-50 കിലോമീറ്റർ ദൂരത്താണ് പുരളിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ കണ്ണൂർക്കാരായാലും പുറത്തുള്ള ജില്ലക്കാർക്കായാലും കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് പറശ്ശിനിക്കടവാണ്. അതേ പ്രാധാന്യത്തോടു കൂടി അനുഷ്ഠിച്ച് വരുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് പുരളിമല. കാരണം ഇവിടെ മുത്തപ്പൻ്റെ ആരൂഢ സ്ഥാനം കൂടിയാണ്, രണ്ടാമത്തെ വാസസ്ഥലം എന്നും കൂടി പറയപ്പെടുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ പ്രകൃതി ഭംഗി പറയാതിരിക്കാൻ വയ്യ, അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ്. നല്ല പശ്ചിമഘട്ടത്തിൻ്റെ മലനിരകളും ഇവിടുന്ന് നോക്കിയാൽ അറബിക്കടൽ കാണാം എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. പക്ഷേ നമുക്ക് ആ വ്യൂ പോയിൻ്റ് ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഇവിടുത്തെ ഈ ക്ഷേത്രത്തിൽ എത്തുമ്പം തന്നെ ഭയങ്കര ഒരു സമാധാനമാണ് കേട്ടോ. മലയും കുന്നും ഒരു തണുപ്പും ഒക്കെ കൂടിയിട്ട് എത്തുമ്പം തന്നെ നമുക്ക് നല്ലൊരു വൈബും, വൈബ് എന്നല്ല, നമുക്ക് ഭയങ്കര ഒരു സമാധാനം കിട്ടുന്ന ഒരു ഫീലാണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. കുട്ടികളുടെ ചോറൂണൊക്കെ ഞായറാഴ്ചകളിലാണ് നടക്കുന്നത്. ഹോളിഡേ കൂടി ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. 2 മുത്തപ്പനെയും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പണ്ട് മുത്തപ്പൻ ഇവിടെ വെച്ചിട്ടാണ് വർഷങ്ങളോളം തപസ്സനുഷ്ഠിച്ചത് എന്നും ഇവിടെ വെച്ചിട്ടാണ് ചെറിയ മുത്തപ്പനെ കണ്ടുമുട്ടിയതും എന്നാണ് ഐതിഹ്യം. ഇവിടെ പൊതുവെ തിരക്ക് കൂടുന്ന സമയം ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ കൊട്ടിയൂർ മഹോത്സവം തുടങ്ങുന്ന സമയത്താണ്. അപ്പോൾ കൊട്ടിയൂർ പോകുന്നവരൊക്കെ ഇവിടെ കയറിയിട്ടേ കൊട്ടിയൂർ പോവുള്ളൂ, അല്ലെങ്കിൽ മടങ്ങി വരവിനായിരിക്കും കയറുന്നുണ്ടാവുക. അപ്പോൾ ആ സമയത്ത് ഭയങ്കര തിരക്കായിരിക്കും. ഞങ്ങൾ വേഗം മുത്തപ്പൻ്റെ കയ്യിൽ നിന്ന് കുറി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ മുത്തപ്പൻ്റെ അടുത്താണ് ഞാൻ പോയത് കേട്ടോ. 2 മുത്തപ്പനെയും കാണുന്നവരും ഉണ്ട്, 2 കുറിയും വാങ്ങുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു, നല്ല ക്യൂ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അങ്ങനെ നിന്നിട്ടില്ല. കുട്ടികളുടെ ചോറൂണ് 9:30 to 11:30 വരെയുള്ള സമയത്താണ്. അപ്പോൾ നമ്മൾ എത്തിപ്പെട്ടത് ശരിക്കും ആ ഒരു ടൈം ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു തിരക്കുള്ള ഒരു സമയത്തായിരുന്നു. ഉച്ചയ്ക്ക് 12:30 തൊട്ട് ഉച്ചഭക്ഷണവും സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ വരുന്നവർക്കെല്ലാം ഇവിടെ ഭക്ഷണം ഉണ്ട്. വരുന്നവരാരെയും മുത്തപ്പൻ മടക്കില്ല, ഭക്ഷണം കഴിച്ചിട്ടേ പോവാവൂ എന്നാണ് പൊതുവെ ഇവിടുന്ന് പറയുന്നത്. ഇന്നലെയൊക്കെ ഈ സമയത്ത് നല്ല മഴയായിരുന്നു, പക്ഷേ ഇന്ന് കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾക്ക് പ്രാർത്ഥിച്ചിട്ട് നല്ലപോലെ ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നു മഴയില്ലാത്തതിനാൽ. ഈ കടകളൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് വന്നതാണ്. അപ്പോൾ കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അമ്പലത്തിൽ. കാലം കൂടുന്തോറും ഓരോരോ മാറ്റങ്ങൾ വരണമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പ്രസാദം വാങ്ങിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ പ്രസാദം എന്ന് വെച്ചാൽ അവിലും തേങ്ങ കൊത്തും ആണേ. അപ്പോൾ അതും ഞങ്ങൾ കഴിച്ചു. പിന്നെ ഏതൊരു മുത്തപ്പൻ മടപ്പുര പോയാലും നമ്മൾ നായകളെ കാണാത്തൊരു മടപ്പുര ഉണ്ടാവില്ല എന്നാണല്ലോ. അപ്പോൾ ഇവിടെ നിന്നും കണ്ടിട്ടുണ്ടായിരുന്നു, മുത്തപ്പൻ്റെ സന്തത സഹചാരികളാണല്ലോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറി. വലിയ ക്യൂ ഉണ്ടായിട്ടില്ല, ഞങ്ങൾ ഓൾറെഡി കുറച്ച് ലേറ്റായിട്ടാണ് ഭക്ഷണത്തിന് കയറിയത്. അപ്പോൾ ഭക്ഷണം അടിപൊളിയായിരുന്നു കേട്ടോ. ഇവിടുത്തെ അന്നദാനം അതെപ്പോഴും അടിപൊളിയായിരിക്കും. നല്ല ചോറും നല്ല കറിയും അച്ചാറും പായസമൊക്കെ അടിപൊളിയായിരുന്നു. ഞങ്ങളൊരു ചെറിയ പാത്രം എടുത്തിട്ടാണ് വന്നത്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് കൊണ്ടുവരാൻ. ഭക്ഷണം കഴിച്ച് വരുമ്പോഴേക്കും ഇവിടെ മുത്തപ്പൻ്റെ വെള്ളാട്ടമുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ട് കുറച്ച് സമയം ഞങ്ങൾ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പം മുത്തപ്പനെയും കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. പിന്നെ ചെറിയ ഷോപ്പിംഗ് ഒക്കെ ഉണ്ട് കൂടെ വന്നവർക്ക്. അപ്പോൾ അവിടെ കയറിയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ തന്നെ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി. കാരണം എൻ്റെ ജന്മമാസമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിറന്നാളിനനുബന്ധിച്ചിട്ട് തന്നെ
എനിക്ക് അമ്പലത്തിൽ വരാൻ പറ്റി, മുത്തപ്പൻ്റെ അനുഗ്രഹം വാങ്ങിക്കാൻ പറ്റി. അത് ഭയങ്കര ഒരു ഭാഗ്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു.